നമസ്കാരം, ഞാൻ സുചിത്ര. ഇന്നീ വായനാ കൂട്ടായ്മയിൽ നമ്മൾ വായിക്കുന്നത് ശ്രീ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ അപ്പുവിൻ്റെ ലോകം എന്ന നോവലിലെ അവസാന ഭാഗം, 6-ാം അധ്യായം, ഭാഗം 3, 4, 5, 6. ചുമരും ചാരി നിൽക്കുകയാണമ്മ. അമ്മയുടെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. കണ്ണുനീർ അമ്മയുടെ കവിളത്തുകൂടി കീഴ്പോട്ട് ഒലിച്ചിറങ്ങുന്നു. ഏട്ടൻ പോയി മുത്തശ്ശി. അപ്പു മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. അവൻ ഏങ്ങി കരയുകയായിരുന്നു. എവിടേക്ക് എൻ്റെ കുട്ടി പോയത്? പാടത്തുകൂടി വടക്കോട്ട് ഓടിപ്പോയി മുത്തശ്ശി. എന്തക്രമാ ദേവു നീ കാണിച്ചത്? ഇങ്ങനെ തല്ലിയിട്ടാണോ നിന്നെ നിൻ്റെ ഏട്ടനെയും ഞാൻ വളർത്തിയത്? നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ മേലെ പൂഴി നുള്ളിയിട്ടിട്ടുണ്ടോ? അപ്പു നോക്കുമ്പോൾ അമ്മയുടെ തലയ്ക്ക് അമ്മ തന്നെ അടിക്കുന്നു. എന്തൊരു കരച്ചിലാണ് അമ്മ കരയുന്നത്. അപ്പുവിന് പാവം തോന്നി. എന്തിനാണ് അമ്മ അകത്തേക്ക് പോകുന്നത്? അപ്പുവും പോയി അമ്മയുടെ പിന്നാലെ. വടക്കേ അറയിൽ കോസറിയിലേക്ക് അമ്മ ചെന്നു വീണു. കമഴ്ന്നു കിടന്ന് ഏങ്ങലടിച്ചു കരയുകയാണമ്മ. ഭൂമിയും ആകാശവും കീഴ്മേൽ മറിയുന്നത് പോലെ ഒരു തോന്നലാണ് അപ്പുവിനുണ്ടായത്. ഉമ്മറത്തിരുന്ന് കടലാസ് കൊണ്ട് പന്തുണ്ടാക്കാൻ പഠിക്കുകയായിരുന്നു അപ്പു ഇത്തിരി മുമ്പ് വരെ. പഞ്ചസാര വാങ്ങാൻ ഏട്ടൻ പീടികയിലേക്ക് ഓടിയിട്ടും കിട്ടിയില്ലെന്ന് പറഞ്ഞ് മടങ്ങി വന്നിട്ടും അത്രയധികം സമയമായിട്ടില്ല. ഇത്തിരി മുമ്പാണേട്ടൻ ലോസഞ്ചറിൻ്റെ പൊതി അപ്പുവിന് കൊടുത്തതും അപ്പു അത് ഭദ്രമായി കീശയിലിട്ടതും. അതിനുശേഷം എന്തൊക്കെയാണുണ്ടായത്? എന്തടിയാണ് അമ്മ ഏട്ടനെ അടിച്ചത്? എന്തു നിലവിളിയാണ് ഏട്ടൻ നിലവിളിച്ചത്? എവിടേക്കാണ് ഏട്ടൻ ഓടിപ്പോയത്? അപ്പു കോസറയിൽ അമ്മയുടെ അടുത്തിരുന്നു അമ്മയെ തൊട്ട് വിളിച്ചു. അമ്മേ. അമ്മ കോസറയിൽ എഴുന്നേറ്റിരുന്നു. കെട്ടിപ്പിടിച്ച് അപ്പുവിൻ്റെ കവിളത്ത് തെരുതെരെ ഉമ്മ വെച്ചു. മുത്തശ്ശി ചുവര് പിടിച്ച് വടക്കേ അറയിലേക്ക് വരുന്നുണ്ട്. മുത്തശ്ശിയും അമ്മയുടെ അടുത്തിരുന്നു. അമ്മേ, എൻ്റെ കുട്ടി പോയി. അടിച്ചോടിച്ചില്ലേ ഞാൻ എൻ്റെ ശ്രീകുട്ടനെ? അമ്മയുടെ കരച്ചിലിൻ്റെ ശക്തി കൂടുകയാണ്. ദേഷ്യം വന്ന അമ്മമാരെ കുട്ടികളെ അടിക്കും. അതൊക്കെ സാധാരണയാണ്. ഇതിത്തിരി കൂടിപ്പോയി. സാരമില്ല, അവൻ എവിടേക്കും പോയിട്ടുണ്ടാവില്ല. നീ ഇവിടെ കിടക്ക്. അപ്പോ അമ്മയുടെ അടുത്തുണ്ടാവണം. ഞാൻ ചേന്നനെ വിളിച്ചു നോക്കട്ടെ. മുത്തശ്ശി അറയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. മുത്തശ്ശി ചേന്നനെ വിളിക്കുന്നത് കേട്ടു. നിമിഷനേരം കൊണ്ട് വടക്കേ വീട്ടിലെ വേലി ചാടിക്കടന്ന ചേന്നനെത്തി. അവിടെയായിരിക്കണം ഇന്ന് ചേന്നന് പണി. ചേന്നൻ്റെ ശബ്ദം കേട്ടപ്പോൾ അമ്മ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് വന്നു. അമ്മയുടെ പിന്നാലെ അപ്പുവും. ശ്രീകുട്ടൻ ഓടിപ്പോയി ചേന്നാ. ദേവു 2 അടി കൊടുത്തു. ദേഷ്യപ്പെട്ടു പോയിരിക്കുക. പാടത്തുകൂടി വടക്കോട്ടാ ഓടിയത്. നീ വേഗം ശിവരാമനോട് ചെന്ന് പറ, ചെള്ളീനെയും കൂട്ടിക്കോ. എവിടെയച്ചാ തപ്പിപ്പിടിച്ച് കൊണ്ടുവരണം. നിങ്ങൾ വേഗം ചെല്ല്. കേട്ട പാതി ചേന്നൻ വടക്കേ കളത്തിലേക്ക് ഓടി. സന്ധ്യ മയങ്ങിയിട്ടും അമ്മയും മുത്തശ്ശിയും കോലായിൽ നിന്ന് എണീറ്റിട്ടില്ല. പടിക്കിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാളും. ഇടയ്ക്കിടയ്ക്ക് അപ്പു പാടവരമ്പത്തു ചെന്ന് വടക്കോട്ട് നോക്കി നിന്നു. ശിവരാമേട്ടൻ വരുന്നുണ്ടോ? ഏട്ടനുണ്ടോ ശിവരാമേട്ടൻ്റെ കൂടെ? ഇരുട്ട് വീണു തുടങ്ങിയപ്പോൾ അപ്പു കോലായിൽ വന്നിരുന്നു. ഇത്ര നേരമായിട്ടും അമ്മ വിളക്ക് കൊളുത്തിയിട്ടില്ല. അന്തിത്തിരി വെച്ചിട്ടില്ല. അപ്പു നാമം ചൊല്ലിയിട്ടില്ല. തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. അമ്മയും മുത്തശ്ശിയും നിർബന്ധിച്ച് 2 പൂവമ്പഴം കൊടുത്തു അമ്മ അപ്പുവിന്. ഉമ്മറം നിറച്ചും ആളുകളാണ്. ശിവരാമേട്ടൻ്റെ വരവ് കാത്തിരിക്കുകയാണ് എല്ലാവരും. കുട്ടാട്ടെ കുഞ്ഞൂട്ടമാമയും പട്ടത്തെ ശങ്കുണ്ണിമാമയും വിവരങ്ങൾ ചോദിച്ചറിയാൻ വന്നിരുന്നു. ശ്രീകുട്ടൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചു കൊണ്ടുവരാമെന്ന് വാക്കുകൊടുത്തിട്ടാണ് അവർ പോയത്. ഭാഗം 4, പേജ് നമ്പർ 114, 115. പരിസരബോധമില്ലാതെ ഓടുകയായിരുന്നു ശ്രീകുട്ടൻ അകലേക്ക്. അമ്മയും അച്ഛനും എത്തിപ്പെടാനാവാത്ത ഒരിടത്തേക്ക്. മേല് മുഴുവൻ ചുട്ടുനീറുന്നുണ്ട്. തുടയിലും കാൽവണ്ണകളിലും അടി തിളർത്തു കിടക്കുന്നു. ഒന്നിനെപ്പറ്റിയും ശ്രീകുട്ടൻ ആലോചിച്ചില്ല. വിളഞ്ഞു കിടക്കുന്ന കണ്ടങ്ങൾക്കു നടുവിലൂടെ ശ്രീകുട്ടൻ ഓടുകയായിരുന്നു. അനങ്ങന്മലയുടെ മടിയിലാണ് പാടം അവസാനിക്കുന്നത്. ശ്രീകുട്ടൻ്റെ വരവ് കണ്ട് അനങ്ങമലയ്ക്ക് പാവം തോന്നി.
മല ശ്രീകുട്ടനെ മാടി വിളിച്ചു. 2 കൈയും നീട്ടി നിൽക്കുന്നത് മുത്തശ്ശനാണെന്ന് ശ്രീകുട്ടൻ ഒരു നിമിഷം വിഭ്രമിച്ചു. അത്ര അടുത്ത് അനങ്ങമല ആദ്യമായി കാണുകയായിരുന്നു ശ്രീകുട്ടൻ. മലയുടെ ഒത്ത മുകളിൽ കരിമ്പാറക്കൂട്ടങ്ങളാണ്. പാറകൾക്കു താഴെ വൻമരങ്ങൾ വളർന്നു നിൽക്കുന്ന കാട്. ഈ കാട്ടുവഴിക്കാണ് പണ്ട് ഗോവിന്ദമാമ മലയുടെ മുകളിലേക്ക് കയറിപ്പോയത്. ഗോവിന്ദമാമ കയറിപ്പോയ വഴിയെ ശ്രീകുട്ടൻ കാട്ടിനകത്തേക്കു കയറി. പിടിച്ചാൽ പിടിയെത്താത്ത മരങ്ങളാണെവിടെയും. ആളുയരത്തിലുള്ള പൊന്തകൾ, പാമ്പുകളെപ്പോലെ മരങ്ങളിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന കാട്ടുവള്ളികൾ. പൊന്തകൾക്കിടയിലൂടെ ആളുകൾ നടന്നുണ്ടായ വഴി ശ്രീകുട്ടൻ്റെ മുമ്പിൽ നീണ്ടുകിടന്നു. ചീവീടുകളുടെ മൂളക്കം, കിളികളുടെ ചിലപ്പ്, മരങ്ങളിൽ നിന്നു മരങ്ങളിലേക്ക് ചാടുന്ന കുരങ്ങന്മാരുടെ കൊക്കര. പൊന്തക്കാടുകൾ വകഞ്ഞുകൊണ്ട് എന്തോ ഒന്ന് ഓടിപ്പോകുന്നുണ്ട്. കുറുക്കനാണോ? ചിലപ്പോൾ പുലിയായിരിക്കും. കരടിയുമുണ്ട് ഈ കാട്ടിലെന്ന് ശ്രീകുട്ടൻ കേട്ടിട്ടുണ്ട്. കരടിയോ പുലിയോ വരട്ടെ, എനിക്ക് പേടിയില്ല. അല്ലെങ്കിൽ ഇനി ഞാനെന്തിനാണ് പേടിക്കേണ്ടത്? അമ്മയ്ക്കും അച്ഛനും വേണ്ട, ആർക്കും വേണ്ട. പാറക്കെട്ടുകൾക്ക് താഴെ വഴി അവസാനിച്ചു. പാറകൾക്കിടയിലൂടെ മറ്റൊരു വഴി മലമുകളിലേക്ക് കയറിപ്പോകുന്നു. പാറയിടുക്കുകളിൽ വേരുറപ്പിച്ചു നിൽക്കുന്ന കുറ്റിച്ചെടികൾ ശ്രീകുട്ടൻ്റെ കൈ പിടിച്ചു. അവൻ മേൽപോട്ട് തന്നെ കയറിപ്പോയി. പാതി മയക്കത്തിലായിരുന്നു ശ്രീകുട്ടൻ. ദേഹം തളരുന്നതോ കാൽപാദങ്ങൾ കല്ലിൽ തട്ടി മുറിഞ്ഞ് ചോരയൊലിക്കുന്നതോ അവനറിഞ്ഞില്ല. കയറ്റം കയറിച്ചെന്ന ശ്രീകുട്ടൻ വിസ്മയിച്ചുപോയി. അമ്പലക്കുളം പോലെ വെള്ളം ഓളം വെട്ടിക്കിടക്കുന്നു. അപ്പോൾ ശ്രീകുട്ടന് ഗോവിന്ദമാമയെയും മുത്തശ്ശിയെയും മുത്തശ്ശി പറയാറുള്ള മലമുകളിലെ ചോലയെപ്പറ്റിയും ഓർമ്മ വന്നു. 4 ചുറ്റും മരങ്ങളും വള്ളികളും മുളങ്കൂട്ടങ്ങളും. ആകാശത്തിൻ്റെ നിറമാണ് ചോലയിലെ വെള്ളത്തിന്. ശ്രീകുട്ടൻ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു. നല്ല തണുപ്പ്. വെള്ളം തൊട്ടപ്പോൾ ശ്രീകുട്ടന് ദാഹം വന്നു, വിശപ്പും. 2 കൈകൊണ്ട് തെളിഞ്ഞു കിടക്കുന്ന വെള്ളം മതിയാവോളം കോരിക്കുടിച്ചു. ഉറക്കം വരുന്നു. ചോലവെള്ളം കുടിക്കാൻ കാട്ടുമൃഗങ്ങൾ വരുമെന്ന് ശ്രീകുട്ടൻ അറിയില്ലായിരുന്നു. അറിവുണ്ടെങ്കിലും ആ നിമിഷത്തിൽ ശ്രീകുട്ടൻ അതൊന്നും കാര്യമാക്കാൻ പോകുന്നില്ല. എവിടെയെങ്കിലും കിടക്കണം, അതുമാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. ഒരു മരത്തിൻ്റെ തണലത്ത് ശ്രീകുട്ടൻ മലർന്നു കിടന്നു. അമ്മയും മുത്തശ്ശിയും വീടും നാടും അപ്പവും ലോസഞ്ചർ മിഠായിയും അവൻ മറന്നു. കൺപോളകൾക്ക് കനം വെച്ചു. ശ്രീകുട്ടൻ ഉറക്കത്തിൻ്റെ ആഴത്തിലേക്ക് താണുപോയി. ഭാഗം 5, പേജ് നമ്പർ 116, 117. 10-12 വയസ്സായ ഒരു ആൺകുട്ടി തെക്കു ദൂരെ നിന്ന് നടുപ്പാടത്തുകൂടി ഓടി വരുന്നത് കണ്ടവരുണ്ട്. കുട്ടി വീട് വിട്ട് ഓടിപ്പോവുകയാണെന്ന് ആരും വിചാരിക്കില്ലല്ലോ. മരുന്ന് പറിക്കാരൻ കേശവനാണ് കുട്ടിയെ ഒടുക്കം കണ്ടത്. മരുന്ന് പറിക്കാൻ കാട്ടിലേക്ക് പോയതായിരുന്നു കേശവൻ. ഒറ്റപ്പാലത്തുള്ള അങ്ങാടി മരുന്നു കടകളിലേക്കും നാട്ടിലുള്ള വൈദ്യന്മാർക്കും കേശവനാണ് മരുന്നെത്തിച്ചു കൊടുക്കുന്നത്. മരുന്നു കെട്ടുമായി കാടിറങ്ങി വരികയായിരുന്നു കേശവൻ. വയറു വിശക്കാൻ തുടങ്ങിയപ്പോഴാണ് കേശവൻ മരുന്നുപറി നിർത്തിയത്. കാടിനു വെളിയിൽ വന്നപ്പോൾ വെയിലിന് നല്ല ചൂട്. ഒട്ടും ചൂടറിയില്ല കാട്ടിനകത്ത്. കുട പിടിച്ചു തരാൻ മരങ്ങളുണ്ടല്ലോ തരാതരം. തന്നെ മറികടന്ന് കുട്ടി കാട്ടിനകത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ കേശവൻ അതിശയിച്ചു. എന്തിനാണ് ഈ കുട്ടി കാടുകയറിപ്പോകുന്നത്? മട്ടും മാതിരിയും കണ്ടിട്ട് കഞ്ഞി കുടിക്കാൻ വകയുള്ള വീട്ടിലെ കുട്ടിയാണെന്ന് കേശവൻ ഉറപ്പിച്ചു. കൂടുതൽ ആലോചിക്കാൻ മെനക്കെടാതെ കേശവൻ വലിഞ്ഞു നടന്നു. താഴേക്കിറങ്ങി വരുന്ന വഴി 2ആയി പിരിയുന്നു. പടിഞ്ഞാട്ടുള്ള വഴിയെ വേണം കേശവന് പോകാൻ. അപ്പോഴാണ് ചേന്നൻ വിളിച്ചത്. കേശവേട്ടോ! ചേന്നനും ശിവരാമമൂത്താരും ഒരു ചെക്കലും കൂടി ഇങ്ങോട്ട് കയറി വരുന്നു. കേശവൻ മരുന്ന് കെട്ട് തലയിൽ നിന്നിറക്കി കയറി വന്നവരെ കാത്തുനിന്നു. ശ്രീകുട്ടൻ കാട്ടിലേക്കാണ് കയറിപ്പോയിരിക്കുന്നത്. ശിവരാമൻ ഉറപ്പായി. ചേന്നൻ്റെ അരയിൽ മടവാളുണ്ടായിരുന്നു. അത് പണിസ്ഥലത്ത് വെച്ച് പോരാൻ തോന്നാതിരുന്നത് ഭാഗ്യം. ബലമുള്ള മരത്തിൻ്റെ മുകളിലേക്ക് ചെള്ളി പൊത്തിപ്പിടിച്ചു കയറി.
3 കൊമ്പുകൾ വെട്ടിയിട്ടു. കൊമ്പുകൾ കൊത്തി ഉഴിഞ്ഞ് ചെത്തി മുനകൂർപ്പിച്ചു. കുന്തത്തിൻ്റെ ബലം ചെയ്യും. കരടിയോ പുലിയോ കാട്ടുപന്നിയോ ഏത് മൃഗം വന്നാലും ഒരു കൈ നോക്കാമെന്ന് 3 പേരും ധൈര്യപ്പെട്ടു. കാട്ടിനകത്ത് പല വഴിക്കും നീണ്ടുകിടക്കുകയാണ് ഊടുവഴികൾ. ഏതു വഴിയെ പോകണം? കൂടുതൽ ആളുകൾ നടന്ന് പുല്ലുമാഞ്ഞു പോയ വഴിയെ നടക്കാമെന്ന് ശിവരാമൻ തീരുമാനിച്ചു. ഈ വഴിക്കായിരിക്കണം ശ്രീകുട്ടൻ പോയിട്ടുണ്ടാവുക എന്ന് ശിവരാമൻ്റെ മനസ്സ് മന്ത്രിച്ചു. ശ്രീകുട്ടാ, പൂഹോയ്! ചേന്നനും ചെള്ളിയും മാറി മാറി വിളിച്ചു. അവർ മുന്നോട്ട് നടന്നു. എത്ര നേരം ഒരു പിടിയും കിട്ടുന്നില്ല. പൊന്തകൾ മടവാളുകൊണ്ട് വെട്ടിനീക്കിക്കൊണ്ട് അവർ മേലോട്ട് കയറിപ്പോയി. ഒരു വെളിമ്പ്രദേശത്തെത്തിയപ്പോൾ ശിവരാമൻ സൂര്യനെ കണ്ടു. സൂര്യൻ അതിവേഗം പടിഞ്ഞാട്ടു നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നേരം സന്ധ്യയാവാൻ അധിക സമയം കാണില്ല. ഇരുട്ടിയാൽ എങ്ങനെ ശ്രീകുട്ടനെ കണ്ടുപിടിക്കും? ഒരു നിമിഷം പോലും പാഴാക്കാനില്ലെന്ന് ശിവരാമന് ബോധ്യായി. ശ്രീകുട്ടാ, പൂഹോയ്! ചേന്നനും ചെള്ളിയും തൊണ്ട നീട്ടി വിളിച്ചു. ചോലവക്കത്തെത്തണമെങ്കിൽ മല ഇനിയും കയറണം. ഈ വഴിക്കു കയറിയാൽ ചോലയുടെ കരയിലെത്തുമെന്നോ ചോലവക്കത്ത് ശ്രീകുട്ടൻ ബോധം കെട്ടുറങ്ങുകയായിരുന്നുവെന്നോ അവരെങ്ങനെ അറിയാനാണ്? വഴിമുടക്കി നിൽക്കുന്ന ഒരു കൊടുമ്പാറയുടെ തൊട്ടു താഴെ നിന്ന് ശിവരാമൻ സർവ്വദൈവങ്ങളെയും വിളിച്ചു. അദ്ധ്യായം 6. പാറമുകളിൽ ദൈവങ്ങളെപ്പോലെ ഉറിയും തേനും വിൽക്കാൻ നാട്ടിൽ വരാറുള്ള നായാടിയും നായാടിച്ചിയും പ്രത്യക്ഷപ്പെട്ടു. ശ്രീകുട്ടൻ്റെ ഇടത്തും വലത്തും നിൽക്കുകയാണ് നായാടിയും നായാടിച്ചിയും. കുട്ടിയുടെ കയ്യും പിടിച്ച് അവർ സാവകാശം പാറയിടുക്കിലൂടെ താഴേക്കിറങ്ങി വന്നു. മുൻപിലെത്തിയപ്പോൾ പുകയിലക്കറ പിടിച്ച പല്ല് മുഴുവൻ പുറത്ത് കാണിച്ച് നായാടിയും നായാടിച്ചിയും ചിരിച്ചു. തമ്പ്ര, അമ്മടെ കുട്ടൻ എവിടുന്ന് കിട്ടി? ചോരയുടെ പക്കത്ത് കിടക്കാണ്, പാവം. വിശക്കണുണ്ടോ നിനക്ക്? ശിവരാമൻ ശ്രീകുട്ടനെ അടുത്തേക്ക് വിളിച്ച് ചേർത്തു നിർത്തി. കുടിയിലേക്ക് കൊണ്ടുപോയിട്ട് ചോറ് കൊടുത്തു. ചോലയിൽ നിന്ന് മീൻ പിടിച്ച് കൂട്ടാൻ വെച്ച്. കുട്ടന് ഇഷ്ടായോ എന്തോ? പേടിച്ചാണ് നായാടി പറഞ്ഞത്. നല്ലോണം ഇഷ്ടായി. എനിക്ക് കിഴങ്ങ് ചുട്ടു തന്നു. കുടിക്കാൻ തേനും തന്നു. ശ്രീകുട്ടൻ നായാടിയെയും നായാടിച്ചിയെയും നോക്കി ചിരിച്ചു. കാടു കഴിയുന്നതുവരെ നായാടിയും നായാടിച്ചിയും കൂടെ വന്നു. യാത്ര പറയുമ്പോൾ ശിവരാമൻ ചോദിച്ചു, നാളെ വരില്ലേ? ഇനി ഒരു ദിവസം വരാം. ചെരമ്പ്രാട്ടിയോട് പറയണം കുട്ടിയോടെ വല്ലാണ്ട് അടിക്കാൻ പാടില്ലാന്ന്. ഇനി ആരും ശ്രീകുട്ടനെ അടിക്കില്ല, ഞാൻ പറഞ്ഞോളാം. നായാടിയും നായാടിച്ചിയും കണ്ണിൽ നിന്നും മറയുവോളം ശ്രീകുട്ടൻ കൈവീശി. അവൻ്റെ നാവിലിപ്പോഴും കാട്ടുതേനിൻ്റെ മധുരം ബാക്കി നിന്നു. ഇത്തിരി അപ്പൂവിന് കൊടുക്കാൻ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു ശ്രീകുട്ടനെ. എങ്ങനെ? എന്നാലും കിഴങ്ങു ചുട്ടത് ഒരു കഷ്ണം ശ്രീകുട്ടൻ്റെ ട്രൗസറിൻ്റെ കീശയിലുണ്ട് അപ്പൂവിന് കൊടുക്കാൻ. ഇതോടുകൂടി ശ്രീ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ അപ്പുവിൻ്റെ ലോകം എന്ന പുസ്തകം അവസാനിക്കുകയാണ്. ഈ നോവൽ ഇവിടെ വായിക്കുന്നതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന ശ്രീ പ്രകാശൻ സാറിനോടുള്ള എൻ്റെ അഗൈതവമായ നന്ദി ഇത്തരുണത്തിൽ ഞാൻ പ്രകടിപ്പിക്കട്ടെ. ഈ വായനാ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. വായനയിലെ കരടുകൾക്ക് ഖേദിക്കുന്നു.